ഉഹുദ് മല 8 കിലോമീറ്ററുകളോളം ഉണ്ട്. അതുപോലെ തന്നെ ജബലുർ റുമാത്തിലാണ് ഇപ്പൊ അവിടെ ആളുകൾ കയറി നിൽക്കുന്നത്. ജബലുർ റുമാത്ത് അനുസരണക്കേടിന്റെ ഒരു മലയായിട്ടാണ് ആ റുമാത്തിനെ അറിയപ്പെടുന്നത് അല്ലെ. മുസ്ലിങ്ങൾ വിജയിച്ചു എന്ന് വിചാരിച്ചപ്പോ അവര് ഒനീമത്ത് സ്വത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഓടി ഇറങ്ങി. യുദ്ധം അവസാനിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഓടി ഇറങ്ങിയത് കാരണമാണ് മുസ്ലിങ്ങൾ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടത്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ശത്രുക്കൾ എന്ത് ചെയ്തു? ബാക്കിലൂടെ പിന്നിലൂടെ വന്ന് ആക്രമിക്കുകയാണ് ചെയ്തത്. ഉഹുദ് നമ്മള് ഓർക്കുമ്പോ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയേണ്ടി വരും. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാം. ഒന്ന്, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ വധം ഇവിടെ വെച്ചാണ് നടന്നത്. ഇതിലൊരു ഖബറ് ഹംസ റളിയല്ലാഹു അൻഹുവും അതുപോലെ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവും ഒരേ ഖബറിൽ കിടക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ഈ അടയാളപ്പെടുത്തിയിട്ടില്ലേ. അതിലൊരു ഖബറിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെയും പ്രമുഖ സഹാബിയായ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിനെയും കിടത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം കോമളനും അതുപോലെ തന്നെ അതിസമ്പന്നനുമായിരുന്ന മുസ്അബ് ബിൻ ഉമേറിന്റെ ചരിത്രം നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ വെച്ചാണ്. മുസ്അബ് ബിൻ ഉമേറിനെ കൊലപ്പെടുത്തിയതും അദ്ദേഹം ഷഹീദായതും ഇവിടെ വെച്ചാണ്. നമുക്കറിയാം അതിസമ്പന്നതയിൽ കഴിഞ്ഞ ഉമ്മാക്കും ഉപ്പാക്കും ഉണ്ടായ ആളാണ് മുസ്അബ് ബിൻ ഉമേർ റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ അടുക്കൽ വന്ന് ദാറുൽ അർഖമിൽ വന്ന് മുസ്ലിം ആയതോടുകൂടി അദ്ദേഹത്തിന്റെ എല്ലാ സുഖാഡംബരങ്ങളും അദ്ദേഹം ഒഴിവാക്കി മദീനയിലെ ഗുരുവായി അദ്ദേഹം ഇങ്ങോട്ട് വന്ന് മദീനയിൽ അദ്ദേഹം പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവസാനം ഈ രണാങ്കണത്തിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഇവിടെ വെച്ച് മരണപ്പെട്ടു എന്ന് മാത്രമല്ല, ഈ സുഖലോലുപതയൊക്കെ ഉണ്ടായിരുന്ന മുസ്അബ് ബിൻ ഉമേറിനെ കഫൻ ചെയ്യാനുള്ള തുണിക്കഷ്ണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ തല മറഞ്ഞാൽ കാലു മറയൂല, കാലു മറഞ്ഞാൽ തല മറയൂല. അവസാനം തലഭാഗം തുണി കൊണ്ട് മൂടിയിട്ട് കാലുഭാഗം പ്രത്യേക പുല്ല് ഹർക്കത് എന്ന് പറഞ്ഞ പ്രത്യേക പുല്ല് കൊണ്ട് മറച്ചു എന്നാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് നമ്മൾ ആലോചിക്കേണ്ടത്, ഹിന്ദ് എന്ന് പറഞ്ഞ ഒരു ദൂരെയായിരുന്ന വനിത പിന്നീട് അവൾ മുസ്ലിം ആയിട്ടുണ്ട്. അപ്പൊ ഹിന്ദ് ചെയ്ത വലിയൊരു പ്രവർത്തനം എന്താണ്? ഇവിടെ ഒരു നിഷ്ഠൂരമായിട്ടുള്ള കാര്യം, ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് ആരായിരുന്നു? ആ ആഫ്രിക്കക്കാരനായിരുന്ന ആരായിരുന്നത്? ജഹ്ഷ് അല്ല, വഹ്ഷിയ. ഓക്കെ വഹ്ഷിയെ തട്ടം ചേർക്കുകയും അല്ലെങ്കിൽ വഹ്ഷിയോട് പറഞ്ഞ എന്താണ്? നീ ഹംസയെ കൊന്നു തന്നാൽ, അതായത് ഹിന്ദിനുള്ള പ്രതികാരം എന്താ വെച്ചാൽ ബദറിൽ വെച്ച് ഹിന്ദിന്റെ സഹോദരനെയും പിതാവിനെയും ആര് കൊന്നിട്ടുണ്ട്? ഹംസ റളിയല്ലാഹു അൻഹു കൊന്നിട്ടുണ്ട്. അതായത് ഉത്തുബത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദിന്റെ സഹോദരനെയും കൊന്നിട്ടുണ്ട്. ആ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് വഹ്ഷിയോട് ചാട്ടുളി നൽകിക്കൊണ്ട് നീ ഇവരെ കൊന്നു കഴിഞ്ഞാൽ നിന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാന്നാ പറഞ്ഞു. അപ്പോ വിഷം പുരട്ടിയ ഈ ചാട്ടുളി കൊണ്ട് അദ്ദേഹം മറഞ്ഞു നിന്നു വഹ്ഷി. അങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ നേരെ അത് ഉതിർത്ത് ഹംസ റളിയല്ലാഹു അൻഹു പിടഞ്ഞു വീണ് മരിച്ച രണാങ്കണമാണിത്. മാത്രമല്ല ആ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഹിന്ദ് ഹംസ റളിയല്ലാഹുവിന്റെ പച്ചക്കരള് പുറത്തെടുത്തിട്ട് കടിച്ചു തുപ്പിയ ചരിത്രമാണ് ഉഹുദിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അനസ് ബിൻ നദറിനെ പോലെയുള്ള ആളുകൾ, പ്രവാചകൻ മരിച്ചു എന്ന് ഒരു കിംവദന്തി ഇവിടെ ഇങ്ങനെ പരന്നു. അത് പറഞ്ഞത് കാരണം ഈ അനസ് ബിൻ നദർ എന്ന് പറഞ്ഞ സഹാബി എന്താ ചെയ്തത്? ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം, എന്റെ മുത്തുനബി പോയല്ലോ, അതുകൊണ്ട് ഞാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടിയ ഷഹീദായ സഹാബിയാണ് ആര്? അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് സഹാബികളുടെ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ റസൂലിന് അപകടം പറ്റാതിരിക്കാൻ നിന്നിരുന്ന സഹാബിയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു. പലപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് യുദ്ധത്തിന്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടി ഈ ത്വൽഹയുടെ തല പിന്നിലാക്കിയിട്ട് ഇങ്ങനെ എത്തി നോക്കുന്നതാണ്. അപ്പൊ ത്വൽഹ ആരോട് ചൂടായിരുന്നു? റസൂലിനോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. എന്ത് പണിയാ നിങ്ങൾ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ത്വൽഹയുടെ ശരീരത്തിലേക്ക് പ്രവാചകൻ ഏൽക്കുന്ന അമ്പുകളും മറ്റു ആയുധങ്ങളും ഒക്കെ അദ്ദേഹം സ്വന്തം ഏറ്റെടുത്തിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ ഈ ചരിത്രം അയവിറക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിലുള്ള ഒരു
പ്രധാനപ്പെട്ട പാഠം എന്നുള്ളത്, നമ്മൾ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമ്മൾ അനുസരണക്കേട് കാണിക്കാൻ പാടില്ല. അത് കുടുംബജീവിതത്തിലാകട്ടെ, സമൂഹ ജീവിതത്തിലാകട്ടെ, നമ്മൾ വർക്ക് ചെയ്യുന്നിടത്താവട്ടെ, നമ്മൾ ഏതെങ്കിലും പോകുന്ന സ്ഥലങ്ങളിലാകട്ടെ, എവിടെയും അനുസരണക്കേട് എന്നുള്ളത് ഒന്നും നമുക്ക് പാടില്ല. അനുസരണക്കേടിന്റെ ഒരു തിക്താനുഭവമാണ് മുസ്ലിങ്ങൾ ഇവിടെ അനുഭവിച്ചത്. കാരണം പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു നേതാവ് പറയുന്നത് കേൾക്കാതെ ആ മല വിട്ട് ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് ഈ ഒരു ഉഹദിലെ പരാജയം നമുക്ക് ഉണ്ടായത്. അപ്പോൾ അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.